ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മയ്ക്ക് പറയാനുള്ളത്, ഒരു പിടി കടുക് മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ. അപ്പൊ അത് വിശ്വാസത്തോടു കൂടി അമ്മ പറയണ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാണ്. ഈശ്വരാ, എന്നെ എന്തോ എൻ്റെ വീട്ടിൽ ഒരുപാട് നല്ല സ്ഥിതിയിൽ ഞാൻ കഴിഞ്ഞിരുന്നതാണ്. എന്തോ എനിക്കിപ്പോൾ വല്ലാത്തൊരു തടസ്സവും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിലും ഒക്കെ ആൾക്കാർക്ക് എന്തോ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കണ പോലെ ഒരു തോന്നലുണ്ട്. അപ്പൊ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം കേട്ടോ. നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും എന്താ പറയാ, എന്നേക്കുമായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇത് ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്യണം. എന്താ അതിന്റെ കാരണം? വിശ്വാസമില്ലാതെ സംശയിച്ചിട്ട് എന്ത് ചെയ്താലും ശങ്ക വിഷം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ശങ്ക പാടില്ല. ശങ്ക ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ശങ്കിക്കാതെ ചെയ്യണം. എന്തും ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും ഇതോടുകൂടി പോയി തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ അറിയില്ല, കടുകും മുളകും ഒഴിഞ്ഞു അടുപ്പിലിരുന്ന് കണ്ടിട്ടുണ്ടോ? എൻ്റെ മക്കളെ, ഏതുവിധ നെഗറ്റീവ് എനർജികളെയും തൂത്തെറിയാൻ പറ്റും നമ്മളെ കടുകിന്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യണത്. ചെയ്യണവരുണ്ട്, ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളുടെ തല ശരിയാവാനാണ് ഉരുണ്ട, ചിലവര് ഈ പ്രസവ സമയത്തൊക്കെ നീണ്ട തലയിട്ടൊക്കെ വരും അല്ലേ. ആ സമയത്ത് നമ്മളെ വീട്ടിൽ പണ്ട് മുതൽക്ക് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ. തലയണയുടെ പോലെ ചെറുതായിട്ട് സമചതുരത്തില് അല്ലെങ്കിൽ റൗണ്ടില് ഒരു ഇതുണ്ടാക്കുക, തലേണ, കുട്ടി തലേണ ഉണ്ടാക്കുക. അതിൽ നിറയെ എന്താ നിറച്ചിരിക്കുക? കടുക്. പറയുക എന്താ? തല ശരിയാവാനാണ് ഈ കടുക് നിറച്ചിരിക്കണെന്നുള്ളതാണ്. അല്ല മക്കളെ, തലവര ശരിയാവാനാണ് കടുക് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. എന്താ? കുട്ടികൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജികൾ വന്ന് ചേരും അല്ലെ. കുഞ്ഞു കുട്ടികളെ നന്നായിട്ട് കണ്ണിടും ആൾക്കാര് അല്ലെ. പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 15 കഴിഞ്ഞാല്, 15 വരെ ചെയ്യില്ല കേട്ടോ. 15 കഴിഞ്ഞ് 16-ാം ദിവസം നമ്മൾ തടങ്ങായി കുട്ടിക്ക് തലയണ വെക്കലും കുട്ടിയെ കടുക് മുളക് ഒഴിഞ്ഞിടലും സന്ധ്യക്ക് തിരി ഒഴിയണതും ഒക്കെ നമ്മളെ കുട്ടിയുടെ നെഗറ്റീവ് എനർജി പറ്റ തൂത്തെറിയാനാണ്. ആ കുട്ടിയുടെ മേത്ത് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളെ വീട്ടിൽ നന്നായിട്ട് ദൃഷ്ടിദോഷം വരുന്നുണ്ടാവും പലവർക്കും. അതാണ് മക്കളെ, എന്ത് ചെയ്തിട്ടും ഒരു കാര്യം ശരിയാവായ, ഗതി പിടിക്കായ, നിർഗതി വരിക, അതൊക്കെ നമ്മളുടെ ഈ നെഗറ്റീവ് എനർജി കാരണമാണ്. അപ്പോൾ നമ്മളുടെ ഭൂമിയിലെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് കളയാനുള്ള സൊല്യൂഷൻ നമ്മളെ ഭൂമിയിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലോ? അതാണ് കടുക്. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് ഇപ്പൊ നിങ്ങൾ ചോദിക്കും അല്ലേ. അപ്പൊ നമ്മൾക്ക് 2-3 തരത്തിൽ കടുക് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഈ കടുക് എടുക്കുക. കടുക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു മഞ്ഞ തുണിയോ അല്ലെങ്കിൽ പച്ച തുണിയോ കാണിച്ചു തരാം. കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ പച്ച തുണിയിൽ കെട്ടാം, ഇങ്ങനത്തെ മഞ്ഞ തുണിയിൽ കെട്ടാം. ഇനി ചുവപ്പ് തുണിയാണെങ്കിൽ യാതൊരു ദോഷവും ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന്, മഞ്ഞ തുണിയാണെങ്കിലും പച്ച തുണിയാണെങ്കിലും ഇതിൽ നമ്മളൊരു ടീസ്പൂൺ, ഒരുപാട് കടുകൊന്നും എടുക്കണ്ട കേട്ടോ. ഒരേ ഒരു ടീസ്പൂൺ കടുക് എടുക്കുക. കണ്ടോ? ഇത്ര ടീസ്പൂൺ കടുക് എടുക്കുക. ഇത്ര വേണ്ടു. കണ്ടല്ലോ? ഈ മഞ്ഞത്തുണിയാണെങ്കിൽ നമ്മൾ 2 കിഴികൾ ഉണ്ടാക്കണം കേട്ടോ. രണ്ടും ഒരേപോലത്തെ മഞ്ഞയാണെങ്കിൽ ദോഷമില്ല. പക്ഷെ വൃത്തിയുള്ള തുണി നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നറിയോ? കടുക് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയ കടുക് എടുക്കണം. നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന കടുക് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കണം. ഒരു തുളസി തീർത്ഥം കൊണ്ട് അതിനെ ഒന്ന് ശുദ്ധീകരിച്ചാൽ ഏറ്റവും നന്ന്. അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പനിനീര്, റോസ് വാട്ടർ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങളൊന്ന് ശുദ്ധീകരിച്ചെടുത്താലും മതി. ഉണക്കുക, അങ്ങനെ ശുദ്ധീകരിച്ച് ഉണക്കുക, ഒന്ന് കഴുകിയിട്ട് കേട്ടോ. ഇനി കഴുകാൻ സാധിക്കില്ലെങ്കിലും റോസ് വാട്ടറോ തുളസി തീർത്ഥോ ഇതിൽ തളിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടി കിഴി, 1 ടീസ്പൂണ് വേണ്ട. ഇതിലിപ്പോ നമ്മളൊരു കിഴി കെട്ടിയെന്ന് ആരും മനസ്സിലാക്കില്ല. ഇത് കുറച്ച് വലിയ കിഴി കെട്ടിയതിന്റെ രഹസ്യം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ചുവപ്പ് തുണിയായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എൻ്റെ അടുത്ത് ചുവപ്പ് തുണി ഇല്ലാണ്ട് മക്കളെ, ഇത് കോടി തുണിയാണ് കേട്ടോ. കോടി തുണിയിൽ കെട്ടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കോടി തുണി എല്ലാവരുടെ അടുത്തും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക. അപ്പോഴും നമ്മൾ തുളസി തീർത്ഥോ റോസ് വാട്ടറോ എന്തെങ്കിലും ഈ തുണിയിലും വേണം. യാതൊരുവിധ നെഗറ്റീവ് എനർജി നമുക്ക് പാടില്ല. കാരണം ഈ തുണിയിലും ഒരു ദോഷവും പാടില്ല. വൃത്തി വേണം കേട്ടോ. എന്തിനും വൃത്തി. അലക്കിയ തുണി എന്നാ പറയുക. അല്ലെങ്കിൽ കോടി തുണി, അയിത്തോ ശുദ്ധമൊന്നും ഇല്ല അത്രേ കോടി തുണിക്ക്. അല്ലെങ്കിൽ നമ്മൾ കഴുകി ഉണക്കുക വൃത്തിയില്. അപ്പൊ നമ്മൾ ഈ 2 കിഴി ഉണ്ടാക്കി വെച്ചാൽ എന്തിനാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കിഴികൾ നമ്മൾ എവിടെ വെക്കാന്നറിയോ നിങ്ങൾക്ക്? നമ്മളെ പ്രധാന വാതിലിന്റെ മുകളിലാണ് തൂക്കിയിടേണ്ടത്. അപ്പൊ അത് ജനങ്ങൾ കാണാൻ പാടില്ല, പുറത്ത് തൂക്കിയിടരുത്. അപ്പൊ അത് എവിടെ തൂക്കിയിടാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ.
എല്ലാരും കണ്ടോളൂ കേട്ടോ. നമ്മളെ പ്രധാന വാതിലിന്റെ കണ്ടോ, ഇങ്ങനത്തെ ഇപ്പൊ ആരും അറിയില്ല ഒരു കിഴി തൂക്കിയിട്ടുണ്ടെന്ന്. കണ്ടോ, നമ്മൾക്ക് വാതിൽ ഇങ്ങനെ തുറക്കുമ്പോ കണ്ടല്ലോ, ഇതാരും കാണില്ല, നിങ്ങൾ ഒതുക്കി വെക്കുക. കണ്ടോ, ഇങ്ങനെ തുറന്നു വെക്കുമ്പോ ഇത് ആരും ശ്രദ്ധിക്കില്ല. എന്തോ പിടിയുമ്പിൽ ചളിയാവാതിരിക്കാൻ എന്തോ ഒരു തുണി കെട്ടിയെന്നൊക്കെ അറിയുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വാതിലിന്റെ പിന്നിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു കിഴി കൊണ്ടുപോയി ഇത് തൂക്കിയത് എല്ലാരും കണ്ടല്ലോ. വാതിൽ തുറക്കുമ്പോ നമ്മളെ ഇങ്ങനെ വരുന്ന വഴിക്കൊന്നും ഇത് ആർക്കും കാണാൻ പാടില്ല. വാതിൽ തുറന്നാൽ വെക്കുമ്പോൾ നമ്മളുടെ പിന്നിലേക്ക് പോയി ചുമരിന്റെ അരികിലേക്ക് വരും ആ കിഴി കെട്ടിയത്. അത് നിങ്ങൾ ഒതുക്കി നല്ല വൃത്തിയിൽ കെട്ടണം, ആരും കാണില്ല കേട്ടോ. ചെറിയ കിഴി മതി, ഒരു ടീസ്പൂൺ കടുക് മതി, ഇത്രയും വലിയ തുണിയൊന്നും നിങ്ങൾ എടുക്കണ്ട. വൃത്തിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി അവിടെ വെക്കുക കേട്ടോ, ആരും കാണില്ല. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയോ, ഒരു മാസം വരെ ഇത് ചെയ്യേണ്ട ദിവസം എന്താ, ചൊവ്വ അല്ലെങ്കിൽ വെള്ളി. രാവിലെ നിങ്ങൾ കുളിച്ച് വൃത്തിയായി വന്നതിന്റെ ശേഷം നിങ്ങൾ ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചതിന്റെ ശേഷം, കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയാണ് കേട്ടോ, മഹാലക്ഷ്മിയാണ്. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന്റെ ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു കിഴിയിലാക്കിയിട്ട് എന്റെ വീട്ടിലത്തെ എല്ലാ നെഗറ്റീവ് എനർജിയും ഇതോടുകൂടി പോയി ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ കെട്ടാൻ. അങ്ങനെയാണ് പറയാ, പോയി. പൂവോ അങ്ങനെ സംശയിക്കരുത്, പൂവ് ഉണ്ടാവുമായിരിക്കാം, അങ്ങനെ ഒന്നും കരുതരുത് കേട്ടോ. പോയി എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ അങ്ങനെ കെട്ടിക്കോളൂ, ആരും കാണുവരുത്. പ്രധാന വാതിലിന്റെ കവാടത്തിലാവും ചെയ്തു. ഇങ്ങോട്ട് നമ്മളെ വാതിലിന്റെ അപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് എനർജിക്കും വരാൻ പറ്റില്ല. നമ്മളെ വാതിലിന് തന്നെ അത് തടഞ്ഞു നിർത്തും. നമ്മളെ പ്രധാന വാതിലെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ, കട്ട്ള വെക്കണതിനൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലേ. കട്ടയുടെ അടിയിൽ നമ്മൾ എന്തൊക്കെ വെക്കും, നാണയം ഒക്കെ, ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വർണം ഒക്കെ വെക്കുന്നുണ്ടല്ലേ. അതേപോലെ നമ്മളെ പ്രധാന വാതിൽ നമ്മളെ കാത്തോളൂ കേട്ടോ. അവിടെ നിങ്ങൾ ഇങ്ങനെ കിഴി കെട്ടി വെച്ചാൽ മതി. ഒന്ന് അവിടെ വെക്കേണ്ടത്. രണ്ടാമത്തെ എവിടെ വെക്കേണ്ടത്, ഇപ്പൊ മഴക്കാലാണ് മക്കളെ, കടുക് മുളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കിഴി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഉള്ളിലിട്ടതിന്റെ ശേഷം ഗേറ്റിന്റെ സൈഡിൽ ആരും കാണാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഒരു സൈഡില് നിങ്ങൾ പതുക്കെ എന്തെങ്കിലും ഒരു കയറോണ്ടോ എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക് അവിടെ കെട്ടി നിർത്തുക, ആരും കാണില്ല. ഇതിന്റെ ഉള്ളിൽ അതുള്ളത് ആർക്കും മനസ്സിലാവൂല കേട്ടോ. കളറുള്ള പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി, നിങ്ങൾ ആരും മനസ്സിലാവില്ല. അണച്ചൊന്നാണ് കെട്ടിവെക്കുക. എങ്കിൽ നമ്മളെ ഗേറ്റ് കടന്നിട്ടും യാതൊരു നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിലേക്ക് വരില്ല. ഇതൊക്കെ നമ്മൾ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ വേണം കേട്ടോ മക്കളെ ചെയ്യാനായിട്ട്. ഒരു മാസത്തേക്ക് ഇതിന് ഫലാണ്. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി വെക്കണം, അത്രേ പാടുള്ളൂ. നമ്മൾ ഈ കടുക് കളയണ സമയത്ത് ചവിട്ടണോടത്തൊന്നും കൊണ്ടുപോയി കളയരുത് കേട്ടോ. നിങ്ങൾക്ക് അത് കത്തണ അഗ്നിയിലേക്ക് ഇടാം. കടുക് ഇങ്ങനെ പൊട്ടിപ്പോവുക, നമ്മൾ അങ്ങനെയാണല്ലോ കടുകിന്റെ പ്രയോഗം. കടുക് നിലത്ത് അങ്ങനെ വലിച്ചെറിയണ്ട കേട്ടോ. പണ്ടുള്ളവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ, കടുക് നിലത്തിടരുത്, അതിൽ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് കടുക് നിലത്തിട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ട് അറിയോ, നിങ്ങൾക്കൊക്കെ അറിയില്ല കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ കടുക് വിതറുന്നുണ്ട്. കടുക് വിതറുക. അപ്പൊ ഇത് കൂടെ നിലത്ത് കൂടെ ഒക്കെ തന്നെയല്ലേ കടുക് ഇടുന്നത്. അപ്പൊ ഈ കടുക് എന്തിനാണ് അത് ചെയ്യണമെന്ന് അറിയോ, എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോവാനാണ്. നമ്മളെ വീട്ടിലും കടുക് എറിഞ്ഞാലൊക്കെ പക്ഷെ പണ്ട് കാരണന്മാര് കടുക് പാടില്ല, അനർത്ഥാണെന്നൊക്കെ പറയുന്നുണ്ട്. കടുകിന് അത്രയും അമൂല്യാണ്, മഹാലക്ഷ്മിയാണ് കടുക്. അതുകൊണ്ടാണ് കടുക് വില ഇല്ലാതെ അവിടെ ഇവിടെ ഒന്ന് കളഞ്ഞു പോകരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാസ്തുദോഷം, പണ്ട് നമുക്ക് വീട് കയറ്റുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ എന്താണെന്നറിയില്ല, ആ വീട്ടിലേക്ക് ഇരുന്നതിന്റെ ശേഷം ഒരു സുഖം കിട്ടണില്ല. അപ്പൊ ഞാൻ പറയും, വീടിനെ അമ്മയായിട്ട് കരുതണം മക്കളെ നിങ്ങള്. അങ്ങനെ ആകുമ്പോ നമുക്കൊരു പേടിയില്ല, ശങ്കിച്ചിട്ടാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ വാസ്തുദോഷം തോന്നണവർക്കൊക്കെ ഇത് ഒന്നാന്തരം റെമഡി കേട്ടോ മക്കളെ. പിന്നെ നിങ്ങൾക്ക് വാസ്തുദോഷവും ഒരു നെഗറ്റീവ് എനർജി ഒന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇത് വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്തു നോക്കണം കേട്ടോ. വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും എൻ്റെ കുറെ വീഡിയോകൾ ഇടുന്നുണ്ടല്ലോ, അതിന്റെ താഴെ വന്നിട്ട് നിങ്ങൾ റിസൾട്ട് കമന്റ് ആയിട്ട് പറയണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, കടുകെണ്ണ നമുക്ക് പ്രധാനപ്പെട്ടതാണ് മക്കളെ. എല്ലാ നെഗറ്റീവ് എനർജിയും കളയാൻ കടുകെണ്ണയ്ക്ക് കഴിയുന്നുണ്ട്. അത് എങ്ങനെയെന്ന് അറിയോ നിങ്ങൾക്ക്, നമുക്ക് തേച്ച് കുളിക്കണോണ്ടും നമ്മള് തലയിലല്ലാത്തടത്തൊക്കെ തേച്ച് കുളിക്കാട്ടോ. നമ്മളെ ഈ നാട്ടിലുള്ളൂ ഈ കടുകെണ്ണ അങ്ങനെ തേക്കാത്തവരല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ, ഹിന്ദി നാട്ടിലേക്ക് അങ്ങോട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ കടുകെണ്ണയിലെ മക്കളെ എല്ലാ ഭക്ഷണ പദാർത്ഥവും പാകം ചെയ്യേണ്ടത്. നമുക്ക് അതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല, മണം തേച്ച് കുളിക്കണമൊന്നുമില്ല. നമ്മൾ അതൊന്നും ചെയ്യേണ്ട മക്കളെ. തേക്കും കുളിക്കും ഒന്നും വേണ്ട. രാത്രി സമയത്ത് ചെറിയൊരു ചിരാത് അതിൽ നമ്മൾ കുറച്ച് കടുകെണ്ണ, ഇനി കടുകെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് നമ്മളെ വിളക്ക് വെക്കണ എണ്ണ ഉണ്ടല്ലോ, വിളക്ക് വെക്കണ എണ്ണ നല്ലെണ്ണ എന്തേലും ഒഴിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കടുക് പൊടിച്ച് ചതച്ചിടുക. എന്നിട്ട് നിങ്ങളൊരു തിരിയിട്ട് കത്തിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലത്തെ അറിയാലോ, ക്ഷുദ്രജീവികൾ മുഴുവനും പോവും. അതായത് കൊതുവും പാറ്റിയും എല്ലാം പോകും. പോരാത്ത നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി അതോടുകൂടി പോകും. നമ്മളെ നിലവിളക്ക് വെച്ചതിന്റെ ശേഷം ചിരാതിലൊരു
തിരിയും കടുകൊക്കെ ഇട്ട് നിങ്ങൾ കത്തിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് വിശ്വാസത്തോട് കൂടി ചെയ്യുന്നവർക്കൊക്കെ നല്ല 101% റിസൾട്ട് കിട്ടും. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്ന് എനിക്കിന്റെ ഒരു അപേക്ഷയാണ് കേട്ടോ, ഈ കടുകിന്റെ കാര്യം. ഇനി അങ്ങനെ അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു പാത്രം നമ്മൾ അതിൽ കുറച്ച് നാണയം ഇടുക. കണ്ടോ, കുറച്ച് നാണയം ഇടുക. എന്നിട്ട് ഈ നാണയം മൂടത്തക്ക വിധത്തിൽ നമ്മൾ ഇങ്ങനെ, കണ്ടോ, കടുകിട്ട് വെക്കുക. കടുക് ഞാൻ പോകണ്ട. കണ്ടോ, നാണയം മൂടത്തക്ക വിധത്തിൽ നിങ്ങൾ കടുകിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുക്കളയിൽ, നമ്മൾ അന്നപൂർണേശ്വരി കുടികൊള്ളണ സ്ഥലത്തില്ലേ, അടുക്കളയിൽ നിങ്ങൾ ഈ പാത്രം നിങ്ങൾ അടുക്കള ഭാഗത്ത് വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ പൈസയ്ക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താന്ന് പറയാ, നമ്മൾ കറിക്ക് എടുക്കുകയൊന്നും അരുത് കേട്ടോ ഇതൊന്ന്. പിന്നെ ഈ നാണയം നമ്മൾ 1 മാസം വരെയാണ് ഇതിന്റെ ഫലം കിട്ടുന്നത്. പിന്നെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോവൊക്കെ ആണെങ്കിൽ അവിടെ വഴിപാടായിട്ട് ചെയ്യാം. അല്ല, ഇനി നിങ്ങൾ ഈ കടുക് മാറ്റുക. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അഗ്നിയിൽ ഇതാക്കിക്കോളൂ കേട്ടോ. കടുക് നിലത്ത് കൂടെ ഒന്നും വിതറണ്ട. അപ്പൊ നമ്മൾ അഗ്നിയിലേക്ക് കടുക് ഉപേക്ഷിക്കുക. 1 മാസം കഴിഞ്ഞാൽ നാണയം നിങ്ങൾ റോസ് വാട്ടറിലോ ഒന്നും വേണ്ട, തുളസി തീർത്ഥം ഒന്ന് തളിച്ചെടുത്താൽ മതി. നാണയത്തിന് അയിത്തം ശുദ്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് വീണ്ടും നിങ്ങൾ 1 മാസത്തിൽ ഒരിക്കൽ ഈ കടുക് അതിൽ തന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ നിറച്ച് നിങ്ങൾ അടുക്കളയിൽ വെക്കുക. ഇതൊക്കെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്ക് 100% റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാം മക്കളെ. എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ. എല്ലാവരും ദൈവത്തിന്റെ മക്കളാ മക്കളെ. നമ്മളും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. നമ്മളെ മനസ്സിൽ തന്നെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അപ്പൊ നമ്മൾ ദുഷ്ടചിന്തകളൊക്കെ പാടില്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് ചെയ്താലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. നിങ്ങൾ ഇത് ചെയ്തു നോക്ക്. ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് പുരോഗതിയിലേക്ക് പോണത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമർന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.